ഈ ഇതിന് സേമിയ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. ഒരുപാട് പേർക്ക് അറിയുന്ന പുഡിംഗ് തന്നെ ആയിരിക്കും, എന്നാലും എത്ര തയ്യാറാക്കിയാലും ഇതിനോടുള്ള കൊതി അങ്ങ് മാറില്ല അല്ലേ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു പുഡിംഗ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി നോക്കിയോളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 50 ഗ്രാം ബട്ടർ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പിസ്തയും അതുപോലെ കാഷ്യൂനട്ടും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. രണ്ടും ഞാൻ 1/2 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇതിൽ നിന്നേ കുറച്ച് മാത്രം നമ്മൾ മാറ്റി വെക്കണം. ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് സേമിയ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു പാക്ക് സേമിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അത് ഏകദേശം 175 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപേ ആ ഒരു കവറിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഇടുവാണെങ്കിൽ നല്ല പോലെ അതങ്ങ് ചെറുതായി കിട്ടിക്കോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത്. നമ്മൾ ലെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് സേമിയ കുറച്ചുകൂടെ വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു 200 ഗ്രാമോളൊക്കെ സേമിയ ഇതിലേക്ക് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതേ എടുത്തിട്ടുള്ളൂ. വേണം എന്നുള്ളവർക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഈ പാലിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുക. അത് വേറൊന്നിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് കസ്റ്റാർഡ് പൗഡർ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ പാലിലൊന്ന് കലക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ പാല് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ ബാക്കിയുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് കേട്ടോ. കുറുക്കി ഇതേ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ മിക്സ് ഉണ്ടല്ലോ, അത് പുഡിംഗ് ട്രേൻ്റെ താഴെ ഭാഗത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. നമ്മളിത് വറുക്കുന്ന സമയത്ത് ബട്ടർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ വറുത്തെടുക്കുക. എന്നിട്ട് ഇതേ ഈ ഒരു കൂട്ട് നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾ സെക്കൻഡ് ലെയറും ഇതുപോലെ സേമിയ വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇത് മുഴുവനായിട്ട് കവർ ചെയ്ത് വരണേ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ആ ഒരു കാഷ്യൂനട്ടും പിസ്തയും ഉണ്ടല്ലോ, അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ബദാമൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ തലേനെ റെഡിയാക്കി വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കണ്ടേ. ഈ ഒരു കസ്റ്റാർഡിൻ്റെ കൂടെ ഈ ഒരു സേമിയ കൂടെ വരുമ്പോഴേ നല്ല ക്രഞ്ചി ഫീലിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴേ ഈ ഒരു പുഡിങ് ഈ ഒരു ഇതിന് നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.